പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ 3 പെൺകുട്ടികളെയും കണ്ടെത്തി. 14-കാരിയായ പെൺകുട്ടിയെ തമിഴ്നാട്ടിലെ ബന്ധു വീട്ടുവിൽ നിന്നാണ് കണ്ടെത്തിയത്. 17 വയസ്സുകാരിയെ ഇന്ന് രാവിലെ മണ്ണാർക്കാട് വെച്ച് സുഹൃത്തിനൊപ്പം കണ്ടെത്തിയിരുന്നു. ഇന്നലെയും ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിരുന്നു. ഗോകുൽ വിഎസ് ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഇന്നലെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു ഇവർ പോയ വഴി ആ ഭാഗമൊക്കെ കണ്ടെത്തി കുട്ടികളിലേക്ക് എത്താൻ കഴിയുമെന്ന്. ഇപ്പോൾ 3 പേരെയും കണ്ടെത്തി. ആശ്വാസം. തീർച്ചയായും വലിയ ആശ്വാസത്തിന്റെ വാർത്തകളാണ് വരുന്നത്. ഇന്നലെ ഒരു ദിവസം മുഴുവൻ ആശങ്കയുടേതായിരുന്നു. ഒരു കുട്ടിയെ കണ്ടെത്തി, 17 വയസ്സുള്ളൊരു കുട്ടിയെ ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞിരുന്നു തങ്ങൾ മണ്ണാർക്കാട് നിന്ന് പിരിഞ്ഞപ്പോൾ ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞിരുന്നതാണ് ആ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത്. ഈ 17-കാരിയെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയതും. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടി മണ്ണാർക്കാട് തന്നെയുണ്ടെന്ന് മനസ്സിലായത്. മണ്ണാർക്കാട്ടെ സുഹൃത്തിനൊപ്പമാണ് ഉണ്ടായിരുന്നത്. ആ കുട്ടിയെ ഇന്ന് രാവിലെ തന്നെ കണ്ടെത്തി. അപ്പോൾ നമ്മൾ പോലീസിനോട് ഒരു കുട്ടിയെ കൂടി കണ്ടെത്താനുണ്ട്, 14 വയസ്സുകാരി, എന്താണ് അവളുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ കയ്യെത്തും ദൂരത്തുണ്ട്, തങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിവരമാണ് പോലീസിൽ നിന്ന് ലഭിച്ചത്. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആ 3ാമത്തെ പെൺകുട്ടിയും തമിഴ്നാട് ഡിണ്ടിഗലിൽ നിന്നുള്ള ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഇവരെന്തിനാണ് ഈ കേന്ദ്രം വിട്ട് പോയത്, നിർഭയ കേന്ദ്രം വിട്ട് പോയത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കുട്ടികളെ കൊണ്ടുവന്നതിന് ശേഷം CWC കുട്ടികൾക്ക് കൗൺസിൽ നൽകും. ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തും. അത് കുട്ടികളുടെ ഒരു മാനസികമായ ഉല്ലാസത്തിന് കൂടി ഉതകുന്ന രീതിയിലേക്ക് നിർഭയ കേന്ദ്രത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളതും CWC വ്യക്തമാക്കിയിട്ടുണ്ട്. അതേതായാലും ഈ കുട്ടികളോട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ കേന്ദ്രത്തിലുള്ള പാലക്കാട് നിർഭയ കേന്ദ്രത്തിലുള്ള എല്ലാ കുട്ടികളുമായും CWC അധികൃതർ സംസാരിക്കും. ആവശ്യമെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെയും സൈക്കോളജിസ്റ്റിന്റെയും സേവനം തേടും. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.